ഒരുപാട് പ്രശ്നങ്ങളുടെ നടുക്ക് നിൽക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. വീട്ടിൽ പ്രശ്നം, ജോലി സ്ഥലത്താണെങ്കിൽ അവിടെ പ്രശ്നം, അങ്ങനെ ചുറ്റും ഒരുപാട് പ്രശ്നങ്ങൾ. ഒന്നുമില്ലെങ്കിൽ റോട്ടിൽ പ്രശ്നം. ഇനി ഒന്നിലും പെടണ്ട എന്ന് വിചാരിച്ച് വെറുതെ ഇരുന്നാലോ, അവിടെയും പ്രശ്നം. അങ്ങനെ പ്രശ്നങ്ങളുടെ നടുക്ക് നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും ശരിക്കും പറഞ്ഞാൽ പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥയാണ്. യാഥാർത്ഥ്യങ്ങൾ കണ്ട് പകച്ചു നിൽക്കുന്ന, എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാകാതെ പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ. ഈ അടുത്ത് വായിക്കാനിടയായ ഒരു പുസ്തകത്തിൻ്റെ കൺസെപ്റ്റിൽ നിന്ന് കിട്ടിയ ഒരു ഐഡിയ ആയിരുന്നു ദ ഫ്രാക്ചേർഡ് മിറർ. അതാണ് ഈ സീരീസിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര്. വെൽക്കം ടു മൈ ചാനൽ ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ. ഡെയിലി സ്പീക്കിംഗ് ട്രീയുടെ ഒരു പുതിയൊരു സീരീസ് ദ ഫ്രാക്ചേർഡ് മിറർ, അതായത് വിള്ളൽ വീണ കണ്ണാടി. കണ്ണാടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, കണ്ണാടി നന്നായാൽ ചങ്ങാതി വേണ്ട. പക്ഷെ നമ്മൾ പലപ്പോഴും ചങ്ങാതിമാരെ അന്വേഷിച്ചുകൊണ്ടാണ് കൂടുതൽ തിരയുക, അല്ലെങ്കിൽ കൂടുതൽ സമയം നമ്മൾ ഒരു ചങ്ങാതിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ കണ്ണാടി നല്ലതാണെങ്കിൽ പിന്നെ ചങ്ങാതിയുടെ ആവശ്യമുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ കണ്ണാടി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. എന്നാൽ ഓരോ കണ്ണാടിയിലും വിള്ളൽ വീണിട്ടുണ്ട്. വിള്ളൽ എങ്ങനെ വീഴാതിരിക്കും? നമ്മളെല്ലാവരും ഇംപെർഫെക്റ്റ് ബീയിങ്സ് ആണ്. ആരും തന്നെ പരിപൂർണരായിട്ടുള്ള ഒരു വ്യക്തി പോലും നമ്മുടെ ചുറ്റും ഉണ്ടാവുകയില്ല. എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇംപെർഫെക്റ്റ് തന്നെ. നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു ഫ്രാക്ചർഡ് മിറർ എന്ന ഈ ഒരു കൺസെപ്റ്റിനെ പറ്റി വായിക്കുമ്പോൾ പ്രധാനമായിട്ട് എൻ്റെ മനസ്സിൽ വന്ന 3 കാര്യങ്ങൾ. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം, നമ്മൾ നമ്മളോട് തന്നെ ഒരു യുദ്ധത്തിലാണ്. വി ആർ സ്ട്രഗ്ലിംഗ് അഗെയിൻസ്റ്റ് ourselves. നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു. പലപ്പോഴും നമ്മളുടെ കുറവുകളെയോ അല്ലെങ്കിൽ നമ്മളുടെ തോട്ട് പ്രോസസ്സിനെതിരായി നമ്മൾ തന്നെ ചിന്തിക്കുന്ന പല കാര്യങ്ങൾ. ഒരു പക്ഷേ ഇതുമൂലമുണ്ടാകുന്ന ടെൻഷൻസ്, വർക്ക് പ്രഷേഴ്സ്, ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് നമ്മൾ പുറത്ത് കാണുന്നത്. ഒരു പക്ഷേ ഓഫീസിലെ ടെൻഷനാണ് വീട്ടിൽ വന്ന് തീർക്കുന്നത്. വീട്ടിലെ ടെൻഷനായിരിക്കാം ഓഫീസിൽ പോയി നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഇങ്ങനെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങൾക്കും അതിൻ്റേതായ ഒരു റൂട്ട് കോസ് ഉണ്ട് എന്നതാണ് സത്യം. ആരും പെട്ടെന്ന് ചാടി ദേഷ്യപ്പെടുന്നില്ല. എല്ലാ ഇമോഷൻസിനും എല്ലാ റിയാക്ഷൻസിനും അതിൻ്റേതായ ഒരു ബിഹൈൻഡ് ദ സീൻ അല്ലെങ്കിൽ ബിഹൈൻഡ് ദ റീസൺ ഉണ്ടായിരിക്കും. നമ്മളതൊരിക്കലും അനലൈസ് ചെയ്യുന്നില്ല. പെട്ടെന്ന് നമുക്ക് ദേഷ്യം വന്നു, ആ ദേഷ്യത്തിന് അതിൻ്റേതായ ഒരു കാരണമുണ്ട്. ആ കാരണം പ്രധാനമായിട്ട് നമ്മളിൽ നിന്ന് തന്നെയാണ് അത് ഉടലെടുക്കുന്നത് എന്നതാണ് സത്യം. നമ്മളതൊരിക്കലും മനസ്സിലാക്കില്ല. ഒരു പക്ഷെ വീട്ടിലുണ്ടായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒരു റിയാക്ഷൻ, അത് ആ സമയത്ത് നമ്മൾ പരിഹരിച്ചില്ല. പക്ഷേ നമ്മൾ ഓഫീസിൽ പോയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സംസാരിക്കുമ്പോഴോ നമ്മളതറിയാതെ നമ്മളത് റിലീസ് ചെയ്യുകയാണ്. സോ ഇതെല്ലാം ഈ തരത്തിലുള്ള നമ്മുടെ റിയാക്ഷൻസ്. ഇത്തരം റിയാക്ഷൻസിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ ഈസ് എൻ പബ്ലിക് സ്പേസ് ഫോർ പബ്ലിക് ഫോറം. അവിടെ അതിൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ അറിയാതെ പോകുന്നൊരു സത്യം, ആ സ്വാതന്ത്ര്യത്തിലും അതിൻ്റേതായ ഒരു പരിധിയുണ്ട് എന്നതാണ്. ഇപ്പോൾ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ആ വീഡിയോയ്ക്ക് നമുക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാം, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം. ഇനി കൂടി വന്നാൽ നമുക്ക് അവിടെ സജഷൻ ബോക്സ് ഓർ ഒപ്പീനിയൻ ബോക്സ് ഉണ്ട്. അവിടെ നമുക്ക് കമൻറ്റ് ചെയ്യാം. അതിൻ്റെ പരിധി അവിടെ വരെയാണ്. പക്ഷെ പലപ്പോഴും നമ്മളത് ആ ഒരു പരിധി ക്രോസ് ചെയ്ത് വളരെ അബ്യൂസീവായിട്ടുള്ള രീതിയിലുള്ള ഭാഷയിൽ അല്ലെങ്കിൽ തരം താണ ഭാഷയിലൊക്കെ നമ്മൾ പലപ്പോഴും കമൻ്റ് ഇടും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കമൻ്റ് ഇടുന്നത് ആ ഒരു വീഡിയോയ്ക്കാണെങ്കിലും ശരിക്കും തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ആ വീഡിയോയോട് നമ്മൾ കാണിച്ച റിയാക്ഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഒരു റിഫ്ലക്ഷനാണ് അവിടെ കാണുന്നത്. അത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. ഒരു പക്ഷെ നമ്മൾ വളർന്നു വന്ന ചുറ്റുപാട്,
നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പരിധി, ഇനി കുറച്ചും കൂടി ആഴത്തിൽ ആലോചിച്ചാൽ നമ്മളുടെ സോഷ്യൽ, കൾച്ചറൽ, എക്കണോമിക് ഫാക്ടേഴ്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു റൂട്ട് കോസ് ആണ് ഞാൻ എന്ന ഒരു വ്യക്തി. ആ വ്യക്തി അവിടെ റിയാക്ട് ചെയ്യുമ്പോൾ ആ വീഡിയോയോട് കാണിക്കുന്ന വിദ്വേഷമാണെങ്കിൽ പോലും അത് ആക്ച്വലി എന്നെ തന്നെയാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, എൻ്റെ സ്വഭാവമാണ് അവിടെ കാണിക്കുന്നത്. ഇത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ പോകും. സോ ദ ഫസ്റ്റ് പോയിന്റ് വിച്ച് ഐ ട്രൈ ടു മെൻഷൻ ഹിയർ ഈസ്, നമ്മളെല്ലാവരും ഒരു ബാറ്റിൽ ഫീൽഡിലാണ്. നമ്മൾ നമ്മളോട് തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കാത്തത് കൊണ്ടാണ് നമ്മളെപ്പോഴും ഈ വിള്ളലിൽ തന്നെ, ആ വിള്ളൽ നമുക്ക് ഒരിക്കലും നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ലോജിക് മെൻറ്റാലിറ്റി. നമ്മളെപ്പോഴും യുക്തിപരമായി ചിന്തിക്കാൻ ശ്രമിക്കും. യുക്തിപരമായി ചിന്തിക്കണം, നമുക്ക് നമ്മുടെ ഇൻ്റലക്റ്റ് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. പക്ഷേ കൂടുതലായി നമ്മൾ ഇൻ്റലക്ച്വലായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷ എന്ത് എന്ന് അറിയാതെ പോകുന്നു. ഇതിനിപ്പോൾ ഒരു ഉദാഹരണം എന്നോണം പറയാൻ പറ്റുന്നത്, ഇപ്പോൾ ഡോക്ടേഴ്സായിട്ടുള്ള ഒരു ഫാമിലി ആണെങ്കിൽ, അല്ലെങ്കിൽ അപ്പനും അമ്മയും ഡോക്ടേഴ്സാണ്, സ്വാഭാവികമായി പേരൻസിന് എപ്പോഴും മക്കളുടെ മേൽ അതിയായ സ്വപ്നങ്ങളുണ്ടാകും. അതിൽ യാതൊരു തെറ്റും നമുക്ക് പറയാനില്ല. പക്ഷെ എന്നിരുന്നാലും എല്ലാത്തിനും ഒരു പരിധിയുണ്ടല്ലോ. നമുക്കൊന്നും അടിച്ചേൽപ്പിക്കാൻ അധികാരമില്ല, മക്കളാണെങ്കിൽ പോലും. അപ്പോൾ പേരൻസ് ഡോക്ടേഴ്സ് ആയതുകൊണ്ട് അവരുടെ സ്വപ്നങ്ങൾ ശരിയാണ്, പക്ഷേ മക്കൾ അത് തന്നെ ഫോളോ ചെയ്യണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നത് തെറ്റല്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് യുക്തിപരമായ ചിന്തയാണ്. എന്നാൽ ആ കുട്ടികൾക്ക് മറ്റു പല സ്വപ്നങ്ങളാണ്, ആഗ്രഹങ്ങളാണ് ഉള്ളതെങ്കിലോ അവിടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമ്മൾ ചിന്തിക്കാൻ മറന്നു പോകുന്നു. നേരെ മറിച്ച് നമ്മൾ യുക്തിപരമായ ഭാഷയിൽ മാത്രമാണ് ചിന്തിക്കുന്നത്. ഇതും നമ്മളിൽ വരുന്ന ഒരു വിള്ളലിന് കാരണമാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ദ മീ ഫസ്റ്റ് മെൻറ്റാലിറ്റി. ഈ മീ ഫസ്റ്റ് മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതെല്ലാം ശരി. ചുരുക്കി പറഞ്ഞാൽ അഹം എന്നൊരു ഭാവം. ഞാനാണ് ശരി, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. പക്ഷെ നമ്മളിവിടെ മറന്നു പോകുന്നൊരു കാര്യം, ഞാൻ ഓക്കെ ആയിരിക്കാം, പക്ഷെ ഞാൻ പെർഫെക്റ്റ് അല്ല. ഞാനും പെർഫെക്റ്റ് അല്ല, മറ്റുള്ളവരും പെർഫെക്റ്റ് അല്ല. മാത്രവുമല്ല, ഇതിനേക്കാളേറെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജീവിക്കുന്നത് ഒരു ഷെയർഡ് കമ്മ്യൂണിറ്റിയിലാണ്. ഇവിടെ എനിക്കുള്ള അതേ സ്വാതന്ത്ര്യം തന്നെ മറ്റൊരു വ്യക്തിക്കുമുണ്ട്. എനിക്ക് പറയാനുള്ള അതേ സ്വാതന്ത്ര്യം തന്നെ മറ്റേ വ്യക്തിക്കുമുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. എനിക്ക് അധികാരമുണ്ട് അല്ലെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നതുകൊണ്ട് ഞാൻ പറയുന്നതെല്ലാം ശരി, നിങ്ങൾ പറയാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശബ്ദിക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും നമ്മളിൽ തന്നെ ഒരുപാട് വിള്ളൽ വരുത്തുന്നുണ്ട്. നമ്മളത് കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നുമില്ല. ഇങ്ങനെ ഈ 3 കാരണങ്ങൾ, അതായത് നമ്മൾ ജീവിക്കുന്നത് ഒരു സൊസൈറ്റിയിലാണ്. ആ സൊസൈറ്റിയിൽ നമ്മൾ പെർഫെക്റ്റ് അല്ല, മറ്റുള്ളവരും പെർഫെക്റ്റ് അല്ല. എല്ലാവരിലും പലതരത്തിലുള്ള കുറവുകളുണ്ട്. ഇത് മനസ്സിലാക്കി ജീവിക്കേണ്ട നമ്മൾ തന്നെ പലപ്പോഴും അധികാരത്തോടെ അല്ലെങ്കിൽ നമ്മളുടേതായ ഒരു സ്വാർത്ഥതയോടെ പെരുമാറുമ്പോൾ ഒരുപാട് വിള്ളൽ നമ്മളിൽ തന്നെ വരുന്നു. നമ്മളത് അറിയാനും പോകുന്നില്ല. കാരണം നമ്മളൊരു തിരക്കിട്ട ഒരു ലോകത്തിലാണ്. അവിടെ നമ്മളിൽ വരുന്ന ആ ക്രാക്സ് അല്ലെങ്കിൽ നമ്മളിൽ വരുന്ന ആ വിള്ളൽ നമ്മൾ ഒരിക്കലും അനലൈസ് ചെയ്യാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു അവസ്ഥയാണ് ദ ഫ്രാക്ചേർഡ് മിറർ എന്ന ആ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. ഇനി ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന സൊല്യൂഷൻ, നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുക. നമ്മളൊക്കെ മിറേഴ്സാണ്. ഇതിലൊക്കെ എപ്പോൾ വേണമെങ്കിലും വിള്ളൽ വരാം. പക്ഷേ വിള്ളൽ പൂർണ്ണമായി ഇല്ലാതാക്കാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. പക്ഷേ വിള്ളൽ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഏറ്റവും കൂടുതൽ നന്നായി നമ്മൾ നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക, നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ ആരെന്നോ, നമ്മളുടെ പരിമിതികൾ എന്തെന്നോ, നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെന്നോ, നമ്മളുടെ ഒരു ചിന്താഗതി എന്തെന്നോ എല്ലാം നമ്മൾക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ
നമുക്ക് പിന്നെ മറ്റൊരു ചങ്ങാതിയുടെ ആവശ്യമൊന്നുമില്ല. കാരണം നമുക്കറിയാം നമ്മൾ എന്താണ്, നമ്മുടെ ലിമിറ്റ് എന്താണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് ഹ്യൂമിലിറ്റിയാണ്. നമ്മൾ നമ്മളെ തന്നെ എളിമപ്പെടുത്താൻ ശ്രമിക്കുക. പലപ്പോഴും നമ്മൾ നമ്മളെ അധികാരം പൊസിഷൻ വേണം. പക്ഷേ എത്രത്തോളം നമ്മൾ ഉയരുന്നുവോ അത്രത്തോളം നമുക്ക് എളിമയുണ്ടാകാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരുപാട് വിള്ളൽ നമ്മുടെ ജീവിതത്തിൽ കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു കമ്പനിയിലാണെങ്കിൽ ഒരു ലീഡർ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ മോട്ടിവേഷണൽ ക്ലാസ്സിലോ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്ലാസ്സിലോ നമ്മൾ പറഞ്ഞു കൊടുക്കുക, ലീഡർ ഹാസ് ഓൾ ദീസ് സോർട്ട് ഓഫ് ക്വാളിറ്റീസ്. അതായത് ആ ലീഡർ ആകാൻ വേണ്ട ക്വാളിറ്റീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പോയിന്റ്സ് പറയും. കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം, കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, എല്ലാം ഉണ്ടായിരിക്കണം. പക്ഷേ നമ്മളവിടെ പറയാൻ വിട്ടുപോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്, ഒരു ലീഡർ എന്ന് പറയുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങളിലും നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ, നമ്മളെ തന്നെ സറണ്ടർ ചെയ്യാനും നമുക്ക് സാധിക്കണം. അതായത് ഒരു ലീഡർ ഒരിക്കലും ഒറ്റയ്ക്ക് ലീഡർ ആകുന്നില്ല. ഒരു ലീഡർ ആകുന്നത് എപ്പോഴും ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവിടെ ലീഡർ ആവുന്നുള്ളൂ. ആ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ പലപ്പോഴും ലീഡർ പിന്നാക്കമാണ് നിൽക്കേണ്ടത്. അതേസമയം കൂട്ടായ്മയിലുള്ള മറ്റുള്ളവരാണ് കൂടുതൽ മുന്നിൽ നിൽക്കേണ്ടത്. പലപ്പോഴും ഒരു ലീഡറിന് ഒരു പണി അല്ലെങ്കിൽ ഒരു മാനേജർ ആണെങ്കിൽ മാനേജർ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് പണി ചെയ്യുന്നില്ല. ആ മാനേജറിന് ചെയ്യുന്ന വർക്ക് എപ്പോഴും ഒരു ഷെയർഡ് വർക്കാണ്. താഴെയുള്ള അല്ലെങ്കിൽ താഴെ ഹൈറാർക്കിയിലുള്ളവർ പണി ചെയ്ത് അതിൻ്റെ ഒരു കംപ്ലീഷൻ ആണ് മാനേജർ ചെയ്യുന്നത്. അപ്പോൾ ആ മാനേജർ ചെയ്ത വർക്ക് ആണെങ്കിൽ പോലും പക്ഷെ മാനേജർ ചെയ്യുന്ന വർക്കിൻ്റെ കൂടെ മറ്റു ഒരുപാട് പേരുടെ ഒരു ഷെയർഡ് എഫേർട്ട് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യത്തിലും വീട്ടിലായാലും സമൂഹത്തിലായാലും നമ്മൾ എവിടെ നോക്കിയാലും നമ്മൾ മാത്രമല്ല അവിടെ അധ്വാനിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ മാത്രമല്ല അവിടെ ലീഡറായി നിൽക്കുന്നത്. എല്ലാവരും ലീഡേഴ്സ് ആവാൻ അർഹതപ്പെട്ടവരാണ്. പക്ഷെ നമ്മളുടെ ഈ പലപ്പോഴും നമ്മുടെ അഹം എന്നൊരു ഭാവമല്ലേ, നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളെ തന്നെയാണ് എപ്പോഴും നമ്മൾ ഷോ കോസ് ആയിട്ട് കാണിക്കുക. നമ്മളെപ്പോഴും നമ്മളെ തന്നെയാണ് നമ്മളുടെ ഒരു പ്രതിഫലനമായി കാണിക്കുക. പക്ഷെ നമ്മൾ എന്ന വ്യക്തിയുടെ സം ടോട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും നിൽക്കുന്നവരാണ്. ഇപ്പം ഞാൻ എന്നൊരു വ്യക്തി, ഞാൻ എന്നൊരു കണ്ണാടി നിലനിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു റീസൺ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും എന്നെ സപ്പോർട്ട് ചെയ്യാത്തവരും ഉണ്ടാകും. കാരണം ഇതിലെല്ലാം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് എന്തൊക്കെ പഠിക്കാൻ സാധിക്കും. നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യും, കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ഇല്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇതിൽ നിന്നൊക്കെ എന്താണ് പഠിക്കാൻ സാധിക്കുക. ഓരോ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോഴും അതിൽ നിന്നെല്ലാം നമുക്ക് ഓരോ മെസ്സേജ് കിട്ടുന്നുണ്ട്. എന്താണ് ആ മെസ്സേജ്? നമുക്ക് എന്താണ് ഇതിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നത്? എന്താണ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്? എന്താണ് ഞാൻ ഡിസ്കാർഡ് ചെയ്യേണ്ടത്? എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് നമ്മൾ തന്നെ വിലയിരുത്തി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈ ഒരു എപ്പിസോഡിൽ ഇത്രമാത്രം. അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം.